ഇതാണ് ഹൈറേഞ്ചിലെ വിപ്ലവ സിംഹം. ഞാൻ അവിടെ എഴുന്നേറ്റ് കൊടുക്കുന്നത് എന്റെ അഭിപ്രായ പ്രകാരത്തിൽ അതൊരു ശരിയാണ്, അല്ലെങ്കിൽ ഒരു നന്മയാണ്. അപ്പോ ഭരണഘടനാ പ്രകാരം ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ എന്റെ അയൽവാസി അവർ പട്ടിണി കിടക്കുകയാണ്, ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കും. സ്ത്രീയുടെ കാര്യം പറഞ്ഞാൽ അല്ല, ഇത്തരത്തിലുള്ള കാര്യം പറഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു ഭരണഘടനാപരമായ അവർക്ക് സ്ത്രീകൾക്ക് അവിടെ ഈ ഇതുപോലെ ഇരിക്കാനുള്ള സംവരണമുണ്ട്. അയാൾ വ്യക്തിപരമായി എണീറ്റ് കൊടുക്കുന്നത് ഇയാൾക്ക് ഈ ഭരണഘടനാ മൂല്യം മനസ്സിലായതുകൊണ്ട് ഇയാൾക്ക് എണീറ്റ് കൊടുക്കുന്നത്. ഭരണഘടനയിൽ കൃത്യമായിട്ടുണ്ട്. എന്ത് നീ വെറുതെ നുണ പറയരുത്. പ്രായമായവർ, വയോധികർ, കാലില്ലാത്തവർ, സ്ത്രീകൾ, കാര്യങ്ങൾ മുഴുവൻ ഭരണഘടനയിലുള്ളതല്ല. ഇതും പറഞ്ഞ് വെറുതെ എന്നെ വിഷമിപ്പിക്കണ്ട കേട്ടോ. പറയുന്ന മൂല്യം ഭരണഘടനയിലുണ്ട്. ഇല്ല, ഞാൻ പറയില്ലെന്നോ? ഇല്ല, പൊട്ടന്ന് ലോക പൊട്ടനാണ്. എങ്ങനെയാണ് ഇയാൾ പറഞ്ഞിട്ടാണ് അവരെ എഴുതി വെച്ചത്? ഈ നന്മ നമുക്ക് ഒരിക്കലും ഭരണഘടനയിൽ നിന്ന് കിട്ടില്ല, കണിശമായിട്ടും കിട്ടും. എവിടുന്ന് കിട്ടും? അതുകൊണ്ടാണ് റേഷൻ ഉണ്ടാക്കിയത്. റേഷൻ എനിക്കിത് ഇങ്ങനത്തെ ഓരോന്ന് കേൾക്കുമ്പോ പറഞ്ഞു താനെ ഇവിടെ ഈ നാട്ടിലുള്ളവരുടെ മുഴുവൻ ഭക്ഷണം ഉറപ്പാക്കിക്കൊണ്ട് വീട്ടിൽ പോയി തിന്നത്തില്ല. ഇല്ല, ഞാൻ ചോദിക്കുന്നത് എന്റെ അയൽവാസി പട്ടിണി കിടക്കാതെ. അയൽവാസി എന്ന് പറഞ്ഞാൽ ആരാടോ? ഇവിടെ മുഴുവൻ നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺഔട്ട് ആവുന്നത് എന്ത് കഷ്ടമാണ്. തന്റെ പോക്കറ്റിൽ ഈ ഇരിക്കുന്ന താൻ ഇങ്ങനെ ഈ കണ്ണാടി വെച്ചൊന്നും ഇവിടെ ഇരിക്കത്തില്ല. അതെ, താൻ അങ്ങനത്തെ ഒരു പുല്ലും ചെയ്യുന്നില്ല. അതവിടെ നിൽക്കട്ടെ. അല്ല, അച്ഛന്റെ ക്രക്സ് ഒന്ന് മനസ്സിലാക്കി. ഞാൻ ജനറൽ സീറ്റിൽ എഴുന്നേറ്റ് കൊടുക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന നന്മയാണ്. സ്ട്രേഞ്ച് മാൻ ഒന്ന് ചോദിച്ചാ 10 എണ്ണം പറഞ്ഞു. അയാൾ പറഞ്ഞേട്ടല്ല. പക്ഷെ ആ നന്മ ചെയ്യണം എന്നുള്ളത്, അങ്ങനെ ഒരു മോറൽ ഒബ്ലിഗേഷൻ ഭരണഘടന തരുന്നില്ല. എന്തോ എങ്ങനെ? അതേപോലെ എനിക്ക് സുഖം കിട്ടുന്ന പല കാര്യങ്ങളും സഫർ ചെയ്യണം. മനസ്സിലായി. അതിനെയാണ് നിയമസഭയും പാർലമെന്റും ഉണ്ടാക്കിയിട്ടുള്ളത്. പറഞ്ഞത് കേട്ടോടാ. നിയമസഭയിലും പാർലമെന്റിലും ഞാൻ ഭക്ഷണം കൊടുക്കണം എന്ന് ഞാൻ പറയുന്നത് മോറൽ ഒബ്ലിഗേഷനെ കുറിച്ചാണ്. ഇയാൾക്കൊരു മൊറാലിറ്റി ഇല്ല. ഇയാൾക്കുണ്ടെങ്കിൽ ഇയാൾ ഒരു ഭക്ഷണം ഈ ചെരുപ്പും കാര്യമൊന്നും ഇടത്തില്ല. അങ്ങനെ ഒരു മൊറാലിറ്റി ഉണ്ടെന്ന് ഇയാൾ എന്നോട് പറയുകയാണെങ്കിൽ ഇല്ലെന്നാ ഞാൻ ഈ പറഞ്ഞത്. ഞാനാ ചെയ്യുന്ന നന്മയാണ്. ഇയാൾ നന്മയല്ല അത്. ജനാധിപത്യ മൂല്യം എന്ന് പറയുന്നത് വീടുകളിൽ ഉണ്ടായിട്ടില്ല, വീടുകളിൽ അവർക്ക് തരാൻ പറ്റത്തില്ല. ഇതെന്തോന്ന് ഏർപ്പാട്? ഇത് ശരിയല്ല ജോണേ. ഇതുകൊണ്ടാണ് നമ്മൾ സ്കൂൾ ഉണ്ടാക്കി ജനാധിപത്യം പഠിപ്പിച്ച് വീട്ടിലേക്ക് അയക്കേണ്ടത്. എണ്ണിച്ചു കൊടുക്കുന്ന ഇയാൾക്ക് ചെയ്താൽ മതി, വേണമെങ്കിൽ ചെയ്താൽ മതി. ചെയ്യണമെന്നില്ല, നിർബന്ധമേ. പറഞ്ഞത് കേട്ടോടാ. അയൽവാസി പട്ടിണി കിടക്കുന്നു, ഞാൻ അതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഇടപെടേണ്ട കാര്യമേ ഇല്ല. ഇതെന്ത് ലോകാണ്? കഞ്ചാവ് അടിക്കുന്നത് തെറ്റായിരിക്കോ? അല്ല. അപ്പൊ ആ രൂപത്തിലാണ് വരിക. കേട്ടതൊന്നും തെറ്റാണെന്ന് ഇയാൾക്ക് അറിയാവുന്ന. അല്ല, ഞാൻ പറയട്ടെ. അല്ലെ, ഞാൻ അങ്ങനെ പറയാതെ ചോദിക്കുന്നതിന് ഉത്തരവ് പറയാൻ എനിക്ക് അറിയാവുന്ന ആളാ. നിൻಗೆ ನನ್ ಬಗ್ಗೆ ಗೊತ್ತಿಲ್ಲ ನನ್ ಹಂದಿ ಮಗನೇ.